ഇന്ന് നമുക്ക് കർണാടക സ്റ്റൈല് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുള്ളങ്കി സാമ്പാറിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. വേറെ കറിയൊന്നും വേണ്ട, ഈ സാമ്പാർ മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി 5-6 അല്ലി വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു 3 വിസിൽ ആകാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് മുള്ളങ്കിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ മീഡിയം സൈസിലൊരു 3 മുള്ളങ്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളിയും 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. മുള്ളങ്കിയുടെ തൊലിയൊക്കെ കളഞ്ഞു, അതുപോലെ തന്നെ ചെറിയ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മുള്ളങ്കി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിയണം. കുറച്ച് കനത്തോടുകൂടി അരിയണം, തീരെ കനം കുറച്ച് അരിയരുത്. ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ 1 തക്കാളി നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഉള്ളിയുടെ ഒരു 5-6 ചെറിയ ഉള്ളി മുഴുവനോടെ തന്നെ തൊലി കളഞ്ഞിടണം. അപ്പോഴായിരിക്കും നമുക്കത് കഴിക്കാൻ നേരത്തെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തക്കാളിയും ചെറിയ ഉള്ളിയും പിന്നെ 2 പച്ചമുളക് എരിവിന് ചേർത്തിട്ടുണ്ട്, മുള്ളങ്കിയും. ഇതെല്ലാം കൂടെ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേകാനായിട്ട് വെക്കണം. പരിപ്പ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇത് നമുക്ക് വേകാനായിട്ട് വെക്കാം. ഇനി ഇതിനൊരു ചെറിയ അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് ചിരകിയ തേങ്ങയും ഒരു ഇച്ചിരി പുളി അധികം വേണ്ട, ഇച്ചിരി പുളിയും. നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ 1 തക്കാളി നമ്മൾ അരിഞ്ഞ് ചേർത്തു, 1 തക്കാളി നമ്മൾ അരയ്ക്കാനും എടുക്കണം. ഇനി ഏത് സാമ്പാറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ സാമ്പാർ 1.5 സ്പൂൺ സാമ്പാറും കൂടി എടുത്ത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുണ്ട്, നമ്മുടെ മുള്ളങ്കിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. അപ്പോൾ ആ പരിപ്പും മുള്ളങ്കിയും തക്കാളിയും എല്ലാം കൂടെ കൂടിക്കിടന്ന് ഒരു 5 മിനിറ്റ് ഇതുപോലെ വേകണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം, അധികം വെള്ളമാകരുത്, കുറച്ച് തിക്കായിട്ടുള്ള സാമ്പാറായത്. നമുക്ക് ചോറിൻ്റെ കൂടെയും ഇങ്ങനത്തെ സാമ്പാർ വെച്ചാൽ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇത് തിളപ്പിക്കണം. ഒന്നുകൂടെ വെള്ളമൊക്കെ ഒന്ന് കുറുകി ആ മസാലയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കറി ഒന്ന് വാങ്ങി വെക്കുക. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി ഒരു 5 മിനിറ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള നമ്മുടെ മുള്ളങ്കി സാമ്പാർ തയ്യാറായി. വേറെ കറിയൊന്നും വേണ്ട, കുറച്ച് ചൂട് ചോറിലേക്ക് ഇത് ഒഴിച്ചിട്ട് നെയ്യ് ഒഴിച്ച് കഴിച്ച് വെച്ചാൽ സ്വർഗ്ഗം.